ിലേക്ക് മുഴുവൻ ആൾക്കാരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് ഉള്ള സമയത്ത് ഞാൻ പലപ്പോഴും കാണുന്ന ഒരു കാഴ്ച, ഈ സന്തോഷകരമായിട്ടുള്ള ന്യൂസുകൾ, പ്രത്യേകിച്ച് മനുഷ്യന് സമാധാനം ലഭിക്കുന്ന വാക്കുകൾ, മനുഷ്യന് ശാന്തി ലഭിക്കുന്ന വാക്കുകൾ, അതൊക്കെ മറ്റുള്ളവരിൽ നിന്നും കേൾക്കുന്ന സമയത്ത് അത് കേൾക്കുവാനുള്ള ഒരു മനസ്സ് ഉണ്ടാകുന്ന ആളുകളും അതുപോലെ തന്നെ അതിൽ നിന്നും പിന്തിരിഞ്ഞ് കളയുന്ന ആളുകളും, രണ്ട് രൂപത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ പലപ്പോഴും ഏതെങ്കിലും ഒരു നെഗറ്റിവിറ്റിയോ മറ്റോ ആണെങ്കിൽ ആളുകൾ അത് വല്ലാതെ ആഘോഷിക്കുകയും ഷെയർ ചെയ്യും. എന്നാൽ വളരെ നല്ല പോസിറ്റീവായ കാര്യങ്ങളാണെങ്കിൽ പലരും അതിനോട് അത്ര താല്പര്യം കാണിക്കാറില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ അകത്തുള്ളതിൻ്റെ ഒരു പ്രതിഫലനമാണ്. അതായത് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ അകത്ത് നമ്മൾ കാണാത്ത ലോകമാണ് നമ്മൾ കാണുന്ന ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സമൃദ്ധമായ ഒരു സംഭവത്തെ കുറിച്ച് കേൾക്കുമ്പോൾ അതിലോട്ട് പോകുവാൻ താല്പര്യമില്ല. ഒരു കൂട്ടം ധനികരെ കാണുന്നു, ഒരു കൂട്ടം ദരിദ്രരെ കാണുന്നു. നമ്മൾ എപ്പോഴും ദരിദ്രരെ കൂടെ പോയിട്ട് ഇരിക്കുവാനാണ് നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടതെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ധനികന്റെ കൂടെ ഇരിക്കില്ല എന്ന് മാത്രമല്ല, അവിടെ ഇരുന്നാൽ അസ്വസ്ഥനാവുകയും ഓട്ടോമാറ്റിക്കലി നമ്മൾ ദരിദ്രന്റെ കൂടെ പോവുകയും ചെയ്യും. അതിനർത്ഥം നമ്മുടെ കാണാത്ത ലോകത്ത് ദാരിദ്ര്യമാണ്. ഈ മനുഷ്യൻ എത്ര പള്ളിയിലോ അമ്പലത്തിലോ പോയി വിളിച്ച് പ്രാർത്ഥിച്ചിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് വലിയ കാര്യമുണ്ടോ? കാരണം അയാളുടെ പാരഡൈം തന്നെ ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അയാളുടെ ഉള്ളിലെ ബ്ലൂ പ്രിന്റ് തന്നെ മാറ്റേണ്ടതുണ്ട്. അതിനെ അടിച്ച് തകർത്ത് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ടീമിനെ കാണുന്നു, ഒരു ഗ്രൂപ്പിനെ കാണുന്നു, ഒരു പൂർ ആയിട്ടുള്ള ഒരു ഗ്യാങ്ങിനെ കാണുന്നു, മിഡീവൽ ആയിട്ടുള്ള ഒരു ഗ്യാങ്ങിനെ കാണുന്നു. അയാൾ ഓട്ടോമാറ്റിക്കലി ആ റിച്ചായ ആളെടുത്ത് അയാളുടെ മനസ്സ് പോയിരിക്കുവാനും അവിടെ കംഫർട്ട് ആകുവാനും അയാൾക്ക് സാധിക്കുകയാണെങ്കിൽ അയാളുടെ അകത്തെ ലോകത്ത് ഈ സംഭവം വന്നു കഴിഞ്ഞു. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ നമുക്ക് കേൾക്കാം. നമ്മുടെ ലൈഫും ഈ പറയപ്പെട്ട രൂപത്തിൽ പുതുക്കി പണിയാം. ഒന്നും ഒരാളുടെയും കുത്തകയല്ല. എല്ലാവർക്കും ഇവിടെ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും, എല്ലാവർക്കും ഇവിടെ പണം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ പ്രശ്നം എന്താ ചോദിക്കുകയാണെങ്കിൽ അറിവുള്ളവനും അറിവില്ലാത്തവനുമാണ്. ഇനി അറിവുണ്ടെങ്കിൽ തന്നെ തിരിച്ചറിവ് ഉള്ളവനും തിരിച്ചറിവില്ലാത്തവനുമാകുന്നു. തിരിച്ചറിവ്, അതായത് ഉള്ളിൽ നിന്ന് ജ്ഞാനം, അന്തർജ്ഞാനത്തിൽ നിന്ന് വരുന്ന തിരിച്ചറിവുള്ളവനാണ്, വെളിച്ചമുള്ളവൻ, അവനാണ് ജീവിതത്തിൽ വിജയിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ഹാപ്പി ഫ്രൈഡേ നമ്മൾ പണക്കാരാകുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് പണക്കാരായിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് പാവപ്പെട്ടവർ പാവപ്പെട്ടവരായി തന്നെ തുടരുന്നത്, ഇതിന് കാണാത്ത ലോകത്ത് ചില കാരണങ്ങളുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച, ഈ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ മണി മൈൻഡ് സെറ്റിൽ ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്താണ് പറയുവാനുള്ളത്, അവരുടെ കാണാത്ത ലോകത്തെ മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്ന് അവർക്കൊന്ന് സംസാരിക്കാം. കാരണം അങ്ങനെ ആ ഒരു മാറ്റം ആർക്ക് കൊണ്ടുവന്നാലും ആ വ്യക്തിക്ക് കോടീശ്വരനാവാൻ പറ്റും, നിലവിലെ ബാധ്യതകൾ തീർക്കാൻ പറ്റും, സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും, യാതൊരു സംശയവുമില്ല. സോ ആരാണ് ആദ്യം സംസാരിക്കുന്നത്? ഒരാൾക്ക് സംസാരിക്കാം. അതായത് മണി മൈൻഡ്, അതായത് പണം, റിച്ച്നെസ്, ആ ഒരു സമൃദ്ധമായിട്ടുള്ള ഒരു ഫയല് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്താൽ പണക്കാരനാകാൻ സാധിക്കുമോ? ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ, സാധ്യതയുണ്ടോ? എല്ലാ പ്രതിസന്ധികളെയും പൂട്ടാൻ സാധിക്കുമോ എന്ന് സംസാരിക്കാം. ആരാണ് ആദ്യം സംസാരിക്കുന്നത്? മൈക്കോണാക്കി സംസാരിച്ചോളൂ. ഓക്കെ, ഞാൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. സംസാരിച്ചോളൂ. ആരായിരുന്നു? പേര് പറയൂ. നമസ്കാരം സർ. ഓക്കെ, സംസാരിച്ചോളൂ. സർ, എന്റെ പേര് ദീപ. എനിക്ക് തിരുവനന്തപുരത്ത് നിന്നാണ്. സർ കേൾക്കാമോ? കേൾക്കാം, വ്യക്തമായി കേൾക്കാം. സർ, ഈ മണി മൈൻഡ് സെറ്റ് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലാതെയായിരുന്നു ആദ്യം ഇതിനെ കുറിച്ച് കേട്ടത്. പക്ഷെ സാറിന്റെ ട്രിവാൻഡ്രം പ്രോഗ്രാം അതൊരു സൗജന്യ പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രതീക്ഷ വന്നു. പക്ഷെ പ്രതീക്ഷിച്ചതിനും എത്രയോ ഇരട്ടിയാണ് എനിക്ക് കിട്ടിയതെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. സാർ ഇതിന് വാങ്ങുന്ന ഫീസ്, അതിനെ ഫീസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ഡൊണേഷൻ, ഞാൻ അങ്ങനെയാ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ കിട്ടിയ മൂല്യം വെച്ച് നോക്കുമ്പോൾ അതൊന്നുമല്ല. പക്ഷെ ഇത് മിക്കവർക്കും മനസ്സിലാവുന്നില്ല. അവര് ഇതിൽ പങ്കെടുത്താൽ തന്നെ ഇവിടുന്ന് എന്താണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സാറിന്റെ 7ാം ദിവസത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 7ാം ദിവസമല്ല, 8ാമത്തെ ദിവസം. അതായത് നമുക്ക് എനിക്ക് പല പ്രശ്നങ്ങളും നേരിടുമ്പോൾ ഞാൻ പകച്ചു നിന്നിട്ടുണ്ട്. എത്രയോ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടും
അതിനുള്ള സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്തണമെന്ന് അങ്ങനെ ചിന്തിക്കാറില്ല. അതിനു മുമ്പിൽ പകച്ചു പോവുകയായിരുന്നു. പക്ഷെ ഈ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ നമ്മൾ ആ പ്രശ്നത്തെക്കാൾ എത്രയോ വലുതാണ് എന്ന് ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല, നമ്മള് എപ്പോഴും കൊടുക്കാൻ ശ്രദ്ധിക്കും, പക്ഷെ റിസപ്റ്റീവ് ആവുന്നതിനെ കുറിച്ചുള്ള സാറ് പറഞ്ഞു തന്നെ അതെന്റെ കാഴ്ചപ്പാട് ആകെ മാറ്റി. ഇപ്പോൾ ശരിക്കും ഞാനൊരു ബൗണ്ടറി വെച്ചിരുന്നു. എനിക്ക് ഇത്ര വരെ ഒരു നമ്മുടെ ഒരു ഇത്രയും നാളത്തെ പാസ്റ്റ് വെച്ചിട്ട് ഇപ്പം അതല്ല, എന്റെ പരിധി അതിലും എത്രയോ മുകളിലാണ്. എത്രയോ എനിക്ക് സമ്പാദിക്കാൻ, എനിക്ക് എത്രയോ ഉയരാൻ പറ്റുമെന്നുള്ള ഒരു ബോധം ഈ ക്ലാസ്സിൽ നിന്ന് എനിക്ക് കിട്ടി. അതിന് സാറിനോട് നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ഞാൻ ഗ്യാരണ്ടി കൊടുക്കാം, ഇത്തരം ഒരു ക്ലാസ് നിങ്ങൾക്ക് വേറെ ഒരിടത്തുനിന്നും കിട്ടുകയില്ല, സാറിന്റെ അടുത്തുനിന്നേ കിട്ടുള്ളൂ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്. താങ്ക് യു സർ. ഓക്കെ, വളരെ സന്തോഷം. ഇതെന്തിനാണ് പറയിപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ സന്തോഷകരമായ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഈ സന്തോഷകരമായി ഇത് നമ്മളും അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് കേൾക്കുമ്പോഴും അസ്വസ്ഥ ഉണ്ടാകുന്ന ആൾക്കാരുണ്ടാവുമ്പോൾ അത് അവരുടെ ഉള്ളിലാണ്. അത് നമ്മൾ സ്വയം മനസ്സിലാക്കുക, നമ്മൾ സ്വയം മാറുക എന്നതല്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്ന് തിരിച്ചറിയുക. സോ ഇനി അടുത്ത ആരാണ് സംസാരിക്കുന്നത്? മൈക്ക് ഓൺ ആക്കി സംസാരിക്കണം. അടുത്ത ആരായിരുന്നു? പേരെന്തായിരുന്നു? സർ ഗുഡ് മോർണിംഗ്. ഞാൻ ബീനയാണ്, തൃശ്ശൂരിൽ നിന്നാണ്. എനിക്ക് പറയാന്ന് പറഞ്ഞാൽ ഒരു 100 ദിവസത്തെ ക്ലാസ് ആണ് സാർ ഒരു 10 ദിവസം ആക്കിയിട്ട് ചുരുക്കിയിട്ട് അതൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ തന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ അത് ഓരോ പ്രാവശ്യം സാറ് റെക്കോർഡിങ് തന്നതും വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും ഓരോ അറിവുകൾ കൂടി വരിക. സാറ് ക്ലാസ്സിൽ കേട്ടതിനായിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്തായാലും എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം നമുക്ക് കുറെ അറിവ് എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ അത് എങ്ങനെ പവർഫുൾ വേർഡ്സിലൂടെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് സാറിന് പറ്റുന്ന പോലെ ഞാൻ കുറെ ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്രയും പവർഫുൾ ആയ വേർഡ്സിലൂടെ നമ്മുടെ മനസ്സിലേക്ക് സാറ് പറയുന്ന പോലെ തന്നെ സന്നിവേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് തന്നെയാണ് സാറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് ഞാൻ എന്തായാലും തീരുമാനിച്ചു, പ്രഷറിൽ എന്തായാലും ജോയിൻ ചെയ്യുന്നുള്ളത് ഞാൻ ഇപ്പൊ തന്നെ 100% തീരുമാനിച്ചു കഴിഞ്ഞു. എന്തായാലും സാറിന്റെ കൂടെ ഞാൻ സഞ്ചരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും, നമ്മുടെ ഈ ലോകത്തിലുള്ള എല്ലാവരും ഇതില് വരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. താങ്ക് യു സർ. ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. നേരത്തെ ഉള്ള ആൾക്കാരൊക്കെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പുതിയ പുതിയ ആൾക്കാർ അവരും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹാപ്പി പാർക്കിന്റെ കൂടെ 4-5 വർഷമായി തുടർച്ചയായി യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരിക്കൽ പോലും വിടാതെ. അവരൊക്കെ എന്നോ പറയുന്ന കാര്യങ്ങളാണിത്. സോ വളരെ വളരെ സന്തോഷം. ഇനി അടുത്ത ആരാണ് സംസാരിക്കുന്നത്? ഹലോ സർ, ഞാൻ സഫീന, എറണാകുളത്ത് നിന്ന്. മൈക്ക് ഇത് ഓൺ ആക്കാൻ പറ്റുമോ? ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ? ഇല്ല സാർ, ഞാൻ മണി മൈൻഡ് സെറ്റിലെ പുതിയ ബാച്ചിലുള്ളതാണ്. ഞാൻ ഒരു ദിവസം ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിൽ ചേർന്നെങ്കിലും കേൾക്കാറുണ്ട് എല്ലാ ക്ലാസ്സും വീണ്ടും വീണ്ടും. ഇപ്പൊ മനസ്സിലായി നമ്മളുടെ എന്താ എന്റെ കുഴപ്പം കൊണ്ടിട്ട് തന്നെയാണ് നിന്നെടുത്ത് നിന്ന് ഉയരാൻ പറ്റാത്തതെന്ന്. ഇപ്പൊ ഓരോ കാര്യം ഇപ്പൊ നമ്മൾ ഒരാളെ കാണുമ്പോ എന്തെങ്കിലും ചിന്തിക്കുമ്പോ തന്നെ മനസ്സിലാവും അതങ്ങനെയല്ല ചിന്തിക്കേണ്ടത്, അത് തെറ്റാണെന്നുള്ളത്. അങ്ങനെ ഓരോന്നും നമ്മളെ ക്ലിയർ ചെയ്യാനായിട്ട് പഠിച്ചു ഓരോ കാര്യങ്ങൾ. യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ്. ഒന്നും പറയാനില്ല ഇതിനെ പറ്റിയിട്ട്. എന്താ പറയണ, 100% നമുക്ക് ഇതുപോലൊരു ക്ലാസ് വേറെ എവിടെ നിന്നും കിട്ടില്ല, അത് ഉറപ്പാണ്. സാറ് പറയുന്ന കാര്യം സത്യമാണ്. നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ ഇത് മാറണമെങ്കിൽ ഈ ഒരു വഴിയേ ഉള്ളൂ. അത് വളരെ കറക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ചേർന്നതിൽ പിന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങളും ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിച്ചു. എന്തായാലും ട്രഷറിൽ ചേരണം. അതിനുവേണ്ടി ഞാൻ അഫർമേഷനും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. എന്തായാലും ട്രഷറിൽ ചേരും. ഓക്കെ, ട്രഷറിൽ ചേരുന്നതിന് മുമ്പ് ചില ആളുകൾ ഇത്രയും വലിയത് ഞാനോ? അപ്പൊ നമ്മൾ അതിനേക്കാൾ ചെറുതേ നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ പോലും അറിയാതെ അതൊരു വലിയ ഭീമാകാരമായിട്ട് തോന്നുകയാണെങ്കിൽ അത്രയും വലിയ ഒരു സംഭവം നമ്മുടെ ലൈഫിൽ കിട്ടില്ല.
ശരി, അടുത്ത ആളാരായിരുന്നു? സർ വളരെ സാറേ തോമസ് ശ്രീയാൻ പുതുപ്പള്ളി. അല്ല സാർ, ഈ ബാച്ചിലുള്ള ആളാണ് സംസാരിക്കുക. പറയൂ തോമസ് സാർ ഞാൻ സംസാരിക്കും. EFT-യിലുണ്ട്. EFT-യിലുണ്ട്. ഇപ്പോ മണി മൈൻഡ് സെറ്റ് ആണ് പറയുന്നത് എങ്കിലും സാർ തുടങ്ങിയത് കൊണ്ട് പറഞ്ഞോളൂ സാർ. അതിനുശേഷം മറ്റേ സംസാരിക്കാം. തോമസ് സാർ സംസാരിക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. ഓക്കെ, ബേബി മാഡം പറയൂ. ഗുഡ് മോർണിംഗ് സാർ. എൻ്റെ പേര് ബേബി. ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വീട് പാലക്കാടാണ്. സാർ, ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് സാറിന്റെ ഫസ്റ്റ് ഒരു വീഡിയോ കണ്ടത്. അതിനുശേഷമാണ് സാറിന്റെ ഈ പ്രോഗ്രാം, മണി മൈൻഡ് സെറ്റിന്റെ പ്രോഗ്രാം നടത്തുന്ന പറഞ്ഞ ഫസ്റ്റിന് ഞാൻ എൻറോൾ ചെയ്ത്. പക്ഷെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഇത്രയും വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ ഇത്രയും മാറ്റം വരില്ല. പിന്നെ എന്നെ ഒരുപാട് ചേഞ്ച് ആക്കി. ഞാൻ ഒരിക്കലും ഒരു റിച്ച് ആകാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചു. ഞാൻ നല്ല സാലറിയിലാണ് വർക്ക് ചെയ്യണേ എങ്കിൽ പോലും ഒരിക്കലും ഒരു റിച്ച് മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ റിച്ച് ആകാൻ ഞാൻ വിചാരിച്ചില്ല. പക്ഷെ സാറിന്റെ ഈ 9 days ക്ലാസ് കഴിഞ്ഞതും എൻ്റെ മൈൻഡ് ഒരുപാട് മാറി. എന്തൊക്കെ ഫയൽസ് ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്, നമ്മുടെ എന്ത് ബ്ലൂ പ്രിന്റ് ആണ് നമ്മുടെ മൈൻഡിൽ മാറ്റി, എങ്ങനെയാണ് പാവപ്പെട്ടവരും ബില്യനേഴ്സും തമ്മിലുള്ള ഡിഫറൻസസ് സാറിന്റെ വ്യക്തമായ വാക്കുകൾ കൂടെ എനിക്ക് തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും നഷ്ടങ്ങളെ കുറിച്ചിട്ട് ലോസുകളെ കുറിച്ചിട്ട് ഒരുപാട് എപ്പോഴും വിഷമിച്ചിരിക്കുന്നു. ഇപ്പൊ അതെല്ലാം എനിക്ക് മാറാൻ പറ്റി. നെഗറ്റീവ് തിങ്കിങ് മാറാൻ പറ്റി. ഇപ്പൊ എനിക്ക് ലൈഫിൽ ഭയങ്കര പോസിറ്റീവാണ്. എന്തായാലും ഒത്തിരി നമുക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റുന്ന എനിക്ക് ശരിക്കും എനിക്കത് ബോധ്യപ്പെട്ടു. സാറിന്റെ ഇനിയുള്ള ക്ലാസ്സുകളിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിനെ കുറിച്ചിട്ട്. എന്നാൽ എൻ്റെ ലൈഫിൽ സാർ വന്നതിന് ശേഷമാണ് എനിക്ക് ഇത്രയും ഒരു പോസിറ്റീവ്നെസ്സും നെഗറ്റീവ് തിങ്കിങ് എല്ലാം മാറിയത്. എനിക്ക് രക്ഷപ്പെടാൻ പറ്റും, എല്ലാവരെയും സഹായിക്കാനൊക്കെ പറ്റുന്നത് എനിക്ക് നന്നായി ബോധ്യപ്പെട്ടു. അതുകൊണ്ട് സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സാറിന്റെ ക്ലാസ്സുകളിലേക്ക് എനിക്ക് ജോയിൻ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, വളരെ സന്തോഷം. 100% ഗ്യാരണ്ടിയോട് പറയാൻ പറ്റും. ട്രഷറിലൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്തു പറയും ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ട്രഷറിലെ ആൾക്കാർ സംസാരിപ്പിച്ചാൽ അറിയാം. അതിപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം ആവാം. കാരണം ട്രഷർ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് ബാച്ച് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. ഒരു മനുഷ്യന് അറിയാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. ശരി, തോമസ് സാർ സംസാരിച്ചോളൂ. തോമസ് സാർ നേരത്തെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി, പുള്ളി പോയോ? അടുത്ത ആരായിരുന്നു? അടുത്ത ആരായിരുന്നു? സർ, പറയൂ. ബിൻസി സംസാരിച്ചു. സർ, എനിക്ക് ഈ ക്ലാസ്സിലൂടെ കിട്ടിയ നേട്ടം എന്ന് പറഞ്ഞാല്, എനിക്ക് വളരെ ചെറിയ പുവർ മൈൻഡ് സെറ്റ് ആയിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ ഒരു റിച്ച് മൈൻഡ് സെറ്റിലേക്ക് എനിക്ക് ആകാനായിട്ട് സാധിച്ചു. കൂടാതെ എനിക്ക് കംഫർട്ട് സോൺ, എൻ്റെ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സാർ അത് മനസ്സിലാക്കിച്ചു തന്നു. പിന്നെ എൻ്റെ ലൈഫിന്റെ ക്രിയേറ്റർ ഞാൻ തന്നെയാണ്. എൻ്റെ ലൈഫിന്റെ ക്രിയേറ്റർ, എൻ്റെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ ഞാൻ തന്നെയാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യവും എനിക്ക് ക്ലാസ്സിലൂടെ മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എല്ലാവരോടുമായിട്ട് പറയുന്നത്, ഈ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു ചേഞ്ച് വന്ന് ജീവിതത്തില് പല മാറ്റങ്ങളും നേടുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സാറിന്റെ എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കണം തന്നെയാണ് പറയുന്നത്. ഞാൻ സാറിന്റെ കൂടെ ഇനി അടുത്ത ക്ലാസ്സിലും ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് ഞാൻ കരുതുന്നത്. വീണ്ടും സാറിനോട് ചേർന്ന് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് സർ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഹലോ. ഈ മണി മൈൻഡ് സെറ്റ് വന്നേ പിന്നെ എനിക്ക് സെൽഫ് ലവ്, സ്വയം സ്നേഹിക്കാൻ പഠിച്ചു. എനിക്ക് നേരത്തെ സ്വയം സ്നേഹം ഇല്ല. നാട്ടുകാരെ സേവിക്കാൻ മെമ്പർ ആയിരുന്നല്ലോ. രാവിലെ എഴുന്നേക്കും, അവരുടെ പോകും, പോലീസ് സ്റ്റേഷനിൽ പോയില്ലേ ഒരു പരിപാടിയില്ല. ഇപ്പൊ ഈ ക്ലാസ് വന്നേ പിന്നെ എനിക്ക് എൻ്റെ ശരീരത്തിൽ ഇത്ര അവയവങ്ങളുള്ളത് തന്നെ ഒന്നുകൂടെ ഒരു കൂടുതൽ ബോധം വന്നു. അതിന് നമ്മളെ ശ്വാസകോശ അസുഖം ഉണ്ടെങ്കിൽ പോലും ശ്വാസം വലിക്കുമ്പോഴുള്ള ആ വേദന ശ്വാസകോശം വഹിക്കുന്നില്ലോ എന്നുള്ള ഒരു ധാരണ എൻ്റെ മനസ്സിൽ വന്നു. അതിനെ സംരക്ഷിക്കാൻ ഞാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഈ ക്ലാസ് നമുക്ക് ഒരു പ്രസംഗം പഠിക്കാനുള്ള ഒരു വേദി കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരാൾ കേൾക്കുകയും മറ്റൊരാൾക്ക് പറയാനൊരു അവസരം ഈ ഹാപ്പി പാർക്കിൽ കിട്ടി. മൂന്നാമതായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ബുക്കിൽ എഴുതി ഇങ്ങനെ വെച്ച് അതിലൊരു സമാധാനം കാണുമായിരുന്നു നേരത്തെയോടുള്ള ഒരു ശീലം. പക്ഷെ ഇപ്പൊ ഈ ക്ലാസ് വന്നേ പിന്നെ ആ എഴുതുന്ന മാറ്ററിനകത്ത് നമുക്ക് ബോധം കൂടി കൂടുതൽ അറിവിലേക്ക്
പുതിയ പുതിയ ആശയങ്ങൾ വരാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഹാപ്പി പാർക്ക് വളരെ ഈ മണി മൈൻഡ് സെറ്റ് ഏറ്റവും നല്ലതാണ്. അതുപോലെ നമ്മുടെ അബൻഡൻസ്, നമ്മുടെ കഴിവുകൾ ഏതാണെന്നും ദോഷങ്ങൾ ഏതാണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞു. 15 കഴിവ് ഞാൻ എഴുതി നോക്കി, പക്ഷേ 22 ദോഷങ്ങളുണ്ട്. അത് റെക്ടിഫൈ ചെയ്ത് ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഒരു അവസരം കിട്ടിയത് ഇപ്പം കേട്ടേ പിന്നെ അങ്ങനെ ഒരു ബോധം മനസ്സിൽ വന്നു. ചെയ്തത് വളരെ ഹാപ്പിയാണ്. വളരെ വളരെ സന്തോഷം സാർ. ട്രഷറിലും കൂടി വന്ന കംപ്ലീറ്റ്ലി വൃത്തിയായി ഉഷാറായിട്ട് പോകും. കാരണം അത് അത്രയും തുടർച്ചയായ ഡ്യൂറേഷൻ ഉണ്ട്. 1 മാസമല്ല, 6 മാസം, EFT കഴിഞ്ഞിട്ട് പോരെ സാറേ? മതി. EFT കഴിഞ്ഞിട്ട് പോരെ? EFT എങ്ങനെയുണ്ട്? EFT എങ്ങനെയുണ്ട്? അതെല്ലാം നല്ലതായിട്ട് പോകുന്നുണ്ട്. അതൊന്ന് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞ് കയറാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മതി. അത് അതിന് ശേഷം ചെയ്താണ്. അതിന് ശേഷം അത് ബേസിക് വേണമല്ലോ. ശരി. വളരെ സന്തോഷം. ഇനി അടുത്ത ആരാണ് സംസാരിക്കുന്നത്? സാർ, ഞാൻ സുമ പാലക്കാട്. ഓക്കെ. പാലക്കാടിനാണ്. എനിക്കിതിൽ വന്ന പിന്നെ എന്നെ തന്നെ എനിക്ക് കുറച്ച് മാറ്റം വന്നു സാറേ. എനിക്ക് നല്ല ദേഷ്യമുള്ള ഒരാളാണ്. ആരെന്ത് പറഞ്ഞാലും ഞാൻ അതിന് നെഗറ്റീവായി പറയും. പക്ഷെ ഇപ്പൊ എന്റെയാണ് കുറ്റങ്ങൾ, എന്റെ ദേഷ്യം കമ്മിയാക്കാൻ എനിക്ക് ശാന്തത വന്നാൽ എല്ലാം ശരിയാവും എന്നുള്ളത് എനിക്ക് നന്നായി മനസ്സിലായി സാറേ. പിന്നെ എനിക്ക് എവിടെ എങ്ങനെ സംസാരിക്കണം, നമ്മൾ സംസാരിക്കേണ്ട അവിടുത്തെ നമ്മൾ സംസാരിച്ചാൽ മതി എന്നുള്ളതൊക്കെ സാറിന്റെ ക്ലാസ്സിൽ നിന്നാണ് എനിക്ക് നന്നായി കിട്ടിയത്. പിന്നെ നമ്മൾ ശരിയായില്ല പണവും വരും സാറേ. എനിക്ക് നല്ല പോസിറ്റീവ് എനർജി ഇതൊന്നും നന്നായി കിട്ടി സാറേ. ഞാൻ ഹാപ്പി പാർക്കിന്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവും സാർ. ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു സാറേ. വളരെ സന്തോഷം സുമ. ശാന്തി കീപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഹോപ്പ്നെസ് നിലനിർത്താൻ നമ്മുടെയൊക്കെ പല ആൾക്കാരുടെ ഇഷ്യൂസ് ഇത് എന്താ പറയാ, ആവേശ കമ്പനിയാണ് പലരും. ഈ ആവേശ കമ്പനിയായിട്ട് ഈ ശാന്തിയും ഈ തിരിച്ചറിവും ഒരു വർഷമേ നമുക്ക് ആയുസുള്ളൂ. 1 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ എല്ലാ സെല്ലുകളും റിപ്പയർ ആയി പുതിയ ആളായിട്ട് മാറും. നിങ്ങൾ 1 വർഷം കണ്ടിന്യൂ ആയിട്ട് ട്രഷറും ഇതെല്ലാമായി ഒരൊറ്റ വർഷം ഹാപ്പി പാർക്കിനും കൂടെ സഞ്ചരിച്ചു നോക്കൂ. നിങ്ങൾ ഉറപ്പായി സാറേ, ഞാൻ ഉണ്ടാവും സാറേ ഇതിൽ കൂടെ. നിങ്ങൾ മരിക്കും, അതെ സാർ. നിങ്ങൾ പുതിയ ആളായിട്ട് ജനിക്കും. ഉറപ്പാണ് സാർ. ഓക്കെ, താങ്ക് യു സാറേ. താങ്ക് യു സാർ. നീ ആരാ സംസാരിക്കുന്നത്? ഇതാരായിരുന്നു? ആരാണ്? എന്താണ്? ഉമേഷ് ആണോ? സംസാരിച്ചോളൂ. അതെ സാർ. സംസാരിച്ചോളൂ. ഞാൻ നമ്മുടെ മൈൻഡ് സെറ്റ് ബാച്ചിൽ ഇപ്പോൾ 9 ദിവസം കഴിഞ്ഞു. വലിയ ഒരുപാട് മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കിയ ക്ലാസ്സുകളായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം. അപ്പോൾ തന്നെ എൻ്റെ ബിസിനസ്സിലും എൻ്റെ ട്രേഡിങ്ങിലും ഒക്കെ വലിയ രീതിയിലുള്ള എനിക്ക് സാമ്പത്തിക ലാഭവും ഉണ്ടായി. ഇതിൻ്റെ ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, സാറിൻ്റെ എല്ലാ ദിവസവും ഓരോരോ ഫയലുകളാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, 1-2 കാര്യങ്ങൾ മാത്രം പറയാം. എല്ലാവരും ഓരോന്ന് പറയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ മനസ്സിനെ വലിപ്പത്തിൽ അനുസരിച്ചാണ് നമുക്ക് ഇങ്ങോട്ട് പണം തരും. അത് സാർ അതിനകത്തൊരു ഉദാഹരണം തന്നെ പറഞ്ഞായിരുന്നു. നമ്മള് മുമ്പിൽ ഒരു ഗ്ലാസ് വെച്ചിട്ട് വെള്ളം ചോദിച്ചാൽ ആ ഗ്ലാസ്സിലേ കിട്ടൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ വലിയ ടാങ്ക് വെച്ചിട്ട് ചോദിച്ചാലേ ഈ ടാങ്ക് നിറയെ വെള്ളം കിട്ടും. നമ്മുടെ മനസ്സിനെ പണം കിട്ടണമെങ്കിൽ അതുപോലെ വലിപ്പത്തിൽ ചിന്തിച്ചാൽ മാത്രമേ അത് വരൂ എന്നുള്ളൊരു കാര്യം എനിക്ക് വളരെ ബോധ്യപ്പെട്ടു. പിന്നെ ഒന്ന്, ഈ റിസ്ക് എടുക്കുക എന്നുള്ളതാണ്. പണം ഉണ്ടാക്കുന്നവരൊക്കെ റിസ്ക് എടുക്കുക. റിസ്ക് എടുക്കാത്തവർക്ക് ഒന്നും പോകത്തുമില്ല, ഒന്നും കിട്ടത്തുമില്ല. അപ്പോൾ റിസ്ക് എടുക്കണം എന്നുള്ളൊരു അതും എനിക്ക് വളരെ പ്രയോജനപ്രദമായിട്ട് തോന്നി. അതുപോലെ ഞാൻ ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കഴിഞ്ഞ 2 ദിവസം അവധിയായിരുന്നു, ശനിയും ഞായറും. ബാക്കി എല്ലാ ദിവസവും ഞാൻ പ്രോഫിറ്റിലാണ് പോയത്. അതും എൻ്റെ ഈ മൈൻഡ് സെറ്റ് മാറിയതിന്റെ ഒരു പ്രതിഫലമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയും ഒത്തിരി മാറാനുണ്ട്. അത് തീർച്ചയായിട്ടും ഇനിയും വരുന്ന ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം. വളരെ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ. വളരെ സന്തോഷം. ഈ മനസ്സ് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി പുറത്തുള്ള അനുഭവങ്ങളും മാറും. മനസ്സ് നാറിയിരിക്കുന്ന ആളുകൾക്കാണ് പുറത്ത് ഈ പറയപ്പെട്ട മോശമായ അനുഭവങ്ങൾ ഉണ്ടാകും. മനസ്സ് മാറണം. ദാറ്റ് ഇസ് വാട്ട് ഓൺലി സൊല്യൂഷൻ ഫോർ ഓൾ ഇഷ്യൂസ്. ഓക്കെ, അടുത്ത ആള് സംസാരിച്ചോളൂ. സംസാരിക്കുന്ന ഇടയ്ക്ക് വേറെ ആൾ കയറി സംസാരിച്ചോളൂ. ആയിഷ. സർ, ഞാനിത് സാറിന് ആദ്യം യൂട്യൂബിലാണ് കണ്ടത് സാറിൻ്റെ ഇത്. അപ്പൊ ഞാൻ പിന്നെ ഹാപ്പി പാർക്കിലേക്ക് എങ്ങനെ വരേണ്ടതില്ല ഇത് നോക്കി അതിലേക്ക് ഞാൻ അങ്ങനെ കയറി.
ഞാൻ 3 മാസത്തോളമായി ഹാപ്പി പാർക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മൈൻഡ് സെറ്റിന്റെ പ്രോഗ്രാം കണ്ടപ്പോൾ ഞാൻ അതിലേക്ക് വന്ന് 9 ദിവസത്തെ ക്ലാസ് കേട്ട് ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഈ പറഞ്ഞ കണക്കെ നമ്മൾ നല്ലത് ചിന്തിക്കുമ്പോൾ നല്ലത് തന്നെ നമ്മുടെ ശരീരത്തെ മോശമായിട്ട് ചിന്തിക്കുമ്പോൾ മോശം തന്നെ വരുന്നുണ്ട്. നല്ലത് ചിന്തിക്കുമ്പോൾ നല്ലതായിട്ട് തന്നെ വരുന്നത്. അത് സാറിന്റെ ക്ലാസ്സിലൂടെ കുറേ മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇങ്ങോട്ട് ഓരോന്നും നല്ലത് ചിന്തിക്കുകയും അത് നല്ലത് തന്നെ ആയിട്ട് വരുന്നതും, ആ മോശം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മളൊരു നെഗറ്റീവ് ഒരാളെ പറയുമ്പോൾ അത് ശരീരത്തെ ബാധിക്കുന്നില്ല, അത് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൽ നിന്ന് കുറേയായി ഞാൻ മാറുമ്പോൾ നമ്മൾ ചുറ്റും മാറും എന്നുള്ളത് ശരിക്ക് വീട്ടിൽ തന്നെ ഒരു മാറ്റങ്ങൾ നമ്മൾ മാറുമ്പേ മറ്റുള്ളവർ മാറും. നമ്മളെ മാറേണ്ടതെന്നുള്ളത് കുറെ മനസ്സിലാക്കാൻ പറ്റി. അത് വീട്ടിൽ തന്നെ മക്കളായാലും എല്ലാവർക്കും ഒരു മാറ്റങ്ങൾ സംഭവിക്കും. ഞാൻ മാത്രമല്ല, എല്ലാവർക്കും സംഭവിക്കുന്ന മാറ്റം. അതാണ് ഏറ്റവും എനിക്കിതിൽ കിട്ടിയ ക്ലാസ്സിന്റെ ഒരു ഗുണം. ഈ 9 ക്ലാസ് കിട്ടിയപ്പോൾ ഒരുപാട് മാറ്റം വന്നു. ഇനി ഹാപ്പി പാർക്കിന്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവുന്നവരുന്നു. നമ്മൾ ചെലവാക്കിയ അതിന്റെ ഫീസും അതിന്റെ സമയമൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടിയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു ആയിഷ? ഒരുപാട് നല്ലതായിട്ട്. ആ ഫീസ് ഒരു ഇതുമല്ല. ഫസ്റ്റ് ഞാൻ തോന്നിയോ 2000 ഉറുപ്പിക എടുത്ത് ഒരു ക്ലാസ്. ഫസ്റ്റ് എനിക്ക് ഇതെന്താന്ന് ശരിക്കും അറിയുന്നില്ലല്ലോ. ഒരു പ്രാവശ്യം ഞാൻ ചേരാൻ പോയി. ഞാൻ വിചാരിച്ചു അവിടെ നിൽക്കട്ടെ, ഇതെന്താന്ന് ശരിക്കും അറിയട്ടെ. വീണ്ടും കൂടി ഞാൻ സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്കിത് നല്ലതാണെന്ന് തോന്നി. അങ്ങനെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അതിലേക്ക് കയറിയത്, മൈൻഡ് സെറ്റിലേക്ക് കയറിയത്. ട്രഷറിലേക്ക് കയറാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. മനസ്സിലാഗ്രഹം നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ആഗ്രഹിച്ചാല് വലുതാവില്ല. നമ്മള് ചെറുതാണ്, അത് ഭയങ്കര എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളെന്നും അതെ, നമുക്ക് പറ്റും തന്നെ തോന്നണം. എന്തിലും അതൊന്നും മനസ്സിലായിട്ട് ചോദിക്കട്ടെ, നമ്മളൊരു കുട്ടിക്ക് ഒരു അഡ്മിഷൻ കിട്ടണം, ഒരു പിന്നെ BSc നഴ്സിങ്ങിനോ അതല്ലെങ്കിൽ ഒരു പാരാമെഡിക്കൽസിനോ എത്രയോ പൈസ നമ്മൾ ഉണ്ടാക്കും. അതെ, അതൊക്കെ ഓർത്തേന് വാങ്ങിയിട്ടോ മറ്റാക്കിയിട്ടോ ഒക്കെ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഒന്നും വേണ്ട സർജറി ഉണ്ട്, അതല്ലെങ്കിൽ ഒരു കല്യാണം ഉണ്ട്, അതിനൊക്കെ നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ചെലവാക്കും. പക്ഷെ നമ്മളെ ഉയർത്താൻ, നമ്മളെ ഈ പറയപ്പെട്ട ഗർജിക്കുന്ന മനസ്സിനെ അടക്കി നിർത്തി നമ്മുടെ ഉള്ളിൽ അന്തരാത്മാവിന് റീചാർജ് കൊടുത്ത് അതിനെ പുറത്തു കൊണ്ടുവന്ന് സർവ പ്രശ്നങ്ങൾക്കും മുകളിൽ നിന്നുകൊണ്ട് മനോഹരമായി ജീവിക്കുവാൻ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ആളുകൾ റെഡിയല്ല. അത് ആൾക്ക് അറിയില്ല. പക്ഷെ ഈ കാലം മാറിയിട്ടോ. മുമ്പൊന്നും ഇങ്ങനെയല്ല. മുമ്പൊക്കെ എനിക്കറിയാം, മുമ്പൊക്കെ ഈ കൊറോണക്ക് മുമ്പ് 2016, 17 കാലഘട്ടത്തിലൊക്കെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ മറ്റൊക്കെ പോകുന്ന സമയത്ത് നമുക്കൊന്നും അത്ര സ്വീകാര്യതയോ ആളുകൾ പങ്കെടുക്കുകയോ ഒന്നും ചെയ്യുമായിരുന്നില്ല. ഇപ്പൊ നമ്മൾ എവിടെ പോയാലും ആളുകൾ ഇത് സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ തന്നെ എല്ലാ ദിവസവും കാണുന്നു 500-ന്റെ ആ റേഞ്ച് ആളുകൾ എല്ലാ ദിവസവും രാവിലെ ഇതിൽ പങ്കെടുക്കുന്നു. എല്ലാ ഞായറാഴ്ചകളിലും വളരെ സന്തോഷമുണ്ട്. നിറഞ്ഞ സദസ്സോടുകൂടി നമുക്ക് പ്രോഗ്രാംസ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ സംഘടിപ്പിക്കുവാൻ സാധിക്കുന്നു. അപ്പൊ അതിനർത്ഥം ആളുകൾ മാറി, ആളുകൾക്ക് ഈ ഒരു തിരിച്ചറിവ് വന്നു തുടങ്ങി. ഈ തിരിച്ചറിവ് ഇനിയും വരാതെ, ഇതൊക്കെ കേട്ടിട്ടും ഇനിയും വരാതെ നേരത്തെ പറഞ്ഞ പോലെ മാറി നിൽക്കുമ്പോൾ അത്രയും നമ്മൾ അനുഭവിക്കും. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നുണ്ട്. കാരണം നിങ്ങളൊക്കെ ഇതിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ മഹത്വമാണ്. യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പ്രത്യേകിച്ച് ട്രഷർ പോലുള്ള മൂല്യമായ കോഴ്സ്, ആ കോഴ്സിൽ അത്രയും ക്വാളിറ്റി ഉള്ള ആൾക്കാർ മാത്രം കയറുമെന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലിലോട്ട് ഒരാൾ എത്തിപ്പെടണമെങ്കിൽ അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് അവർക്കൊക്കെ ഞാൻ നന്ദി പറയുക. ശരി, ഇനി കുറച്ചാൾ കൂടി സംസാരിക്കാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. സംസാരിച്ചോ. ഇനി ആരാണ് സംസാരിക്കാനുള്ളത്? മൈക്ക് ഓണാക്കി സംസാരിക്കണം. എനിവൺ? താഹിറ സംസാരിക്കുന്നുണ്ടോ? ആരാണ് ത്വാഹിറ? മണി മനസ്സിലുള്ള ആളാണോ? ഓക്കെ. മുഹമ്മദ് കാസിം സംസാരിക്കുന്ന? മൈക്ക് ഓണാക്കൂ സാർ. കേൾക്കുന്നില്ല. മൈക്ക് ഓണാക്കി സംസാരിക്കും. ഇപ്പൊ കേൾക്കാവോ സാർ? കേൾക്കാം. ഓക്കെ. ഇപ്പൊ എല്ലാരും പറയുന്ന പോലെ സാർ എപ്പോഴും പറയാറുണ്ട്, എന്താണ് ഈ റിച്ച് ആൾക്കാർ എന്തുകൊണ്ടാണ് റിച്ച് ആകുന്നത്, മറ്റുള്ളവർ എന്താണ് പൂർ ആകുന്നത്. നമുക്കിപ്പോ ഒരുപാട് പേര് അവരുടെ ഇഷ്യൂസ് പറയുമ്പോൾ എല്ലാവർക്കും കുറെ ഒരു 80% ആൾക്കാരും ലോകത്ത് ഇങ്ങനെ സാർ പറയാറുണ്ടല്ലോ. അത് ശരിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇതില് ആദ്യം എറണാകുളത്ത്
കോഴ്സിന് വന്നു. അതിനുശേഷം മണി മൈൻഡ് സെറ്റിൽ വന്നു. ഇതൊക്കെ പെട്ടെന്ന് സംഭവിച്ചു. ഇപ്പോൾ ട്രഷർ 5th ബാച്ചാണ് ഞാൻ. അപ്പോൾ സാറ് അതിൽ വിഷൻ ബോർഡിൽ ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഇങ്ങനെ വിഷൻ ബോർഡിൽ കുറച്ച് ഗോൾസ് എഴുതാൻ പറഞ്ഞിരുന്നു. അപ്പോ നമ്മുടെ മൈൻഡ് മാറാൻ തുടങ്ങിയപ്പോൾ തന്നെ അപ്പൊ എനിക്കിപ്പോ ഞാൻ ഒരുപാട് കാലങ്ങൾ ആഗ്രഹിക്കുന്ന ലോയിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഞാനിപ്പോ ഞാൻ ബാംഗ്ലൂർ ഒരു കോളേജിൽ അതിന് ജോയിൻ ചെയ്തില്ല. പക്ഷെ അതിന്റെ ഒരു ഇനിഷ്യൽ ഫീസ് കൊടുത്തു ജോയിൻ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ അടുത്ത മാസം ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ അതുപോലെ ഞാൻ കുറെ കാലമായിട്ട് ഒരു ഹെയർ ട്രീറ്റ്മെന്റ് അത് നടന്നു. പിന്നെ ഇപ്പോ ഞാൻ ഒരുപാട് ബിസിനസ് തുടങ്ങും, നിർത്തും. സാർ എപ്പോഴും പറയാറ് നമ്മുടെ മൈൻഡ് മാറിയാലേ കാര്യങ്ങൾ മാറുള്ളൂ എന്ന്. അപ്പൊ ബിസിനസ് തുടങ്ങും, നിർത്തും, അങ്ങനെയൊക്കെ ആണ്. അപ്പൊ ഒരുപാട് പൈസ അതിൽ ലോസ് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു വീണ്ടും ബിസിനസ് ഇപ്പൊ കുറെ കാലം നിർത്തി നിന്നിരിക്കുകയായിരുന്നു. ഇപ്പൊ വീണ്ടും ഇപ്പൊ തുടങ്ങാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും റെഡിയായി വരുന്നുണ്ട്. അപ്പൊ ഒരു ബിസിനസ് 2 ബിസിനസ് ഇപ്പോ സ്റ്റാർട്ട് ചെയ്യാം, അതും നല്ല ഇതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ് ഇപ്പോ ട്രഷറിൽ. ഇപ്പൊ ഞാൻ ഒരു 4 മാസമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നടന്നു. വിഷൻ ബോർഡിൽ എഴുതിയ 4 കാര്യങ്ങൾ 2 കാര്യങ്ങളോട് നടന്നു. 2 കാര്യം ഇപ്പൊ നടക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ വളരെ സന്തോഷം. താങ്ക്സ് അലോട്ട്. ഓക്കെ, വളരെ സന്തോഷം. ട്രഷർ ബാച്ചിലുള്ള ആളാണ് അല്ലേ? ട്രഷർ ബാച്ച് 5-ലുള്ള ആളാണ് അല്ലേ? ട്രഷർ ബാച്ച് 5th ബാച്ചാണ്. ഓക്കെ. ട്രഷറിലെ കണ്ടന്റ് എങ്ങനെയുണ്ട് സാറേ? അത് എവിടെന്നെങ്കിലും കിട്ടുന്ന സംഭവമാണോ? വാട്ട് അബൌട്ട് ഒരിക്കലും അല്ല. നമുക്ക് സാറ് പറയാറുണ്ടല്ലോ, അറിവും തിരിച്ചറിവും. നമുക്ക് ചിലപ്പോൾ കുറെയൊക്കെ എന്തൊക്കെ അറിയുന്നുണ്ടാവും, പക്ഷെ അത് തിരിച്ചറിവിലോട്ട് എങ്ങനെയാന്നുള്ളത് നമ്മുടെ സാറിന്റെ വോയിസ് ഇതകൾ ഇങ്ങനെ വന്നപ്പോ നമുക്ക് ചിലപ്പോൾ വീട്ടുകാർ സംസാരിക്കുമ്പോൾ നമ്മൾ വേറെ ചിന്തയിലായിരിക്കും. കേൾക്കുന്നുണ്ടോ സാർ? അപ്പൊ കേൾക്കാം, പറയൂ. അപ്പൊ ഫാമിലിയൊക്കെ നമ്മൾ പറയും, നമ്മൾ ഒരുപാട് ആവശ്യമില്ലാത്ത ചിന്തകൾ അവര് സംസാരിക്കുന്നതിന് നമ്മൾ ഫുള്ള് കേൾക്കൂല. അപ്പൊ അവർക്ക് ദേഷ്യം വരും. അപ്പൊ നമ്മുടെ മൈൻഡ് സത്യം പറഞ്ഞാൽ പ്രസന്റ് അല്ല. നമ്മൾ സാറ് പറയുന്ന പോലെ ഫ്യൂച്ചറിനെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ പാസ്റ്റിലെ ആവശ്യമില്ലാത്ത അനുഭവങ്ങൾ പ്രസന്റിൽ നിൽക്കുന്നതിന്റെ ആ ഒരു പവർ, അതിന്റെ ആ ഒരു കാര്യങ്ങൾ സാറിന്റെ ഇതിലൂടെ മനസ്സിലാവുന്നത്. പ്രസന്റിൽ നിൽക്കണം എന്നുള്ളത്. സാർ എപ്പോഴും പറയാണ് മൈൻഡ് ഇങ്ങനെ നമ്മളെ പാസ്റ്റിലോട്ടും ഫ്യൂച്ചറിലോട്ടും കൊണ്ടുപോകുന്നുള്ളത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തിരിച്ചറിവുകൾ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റി സാർ. താങ്ക്സ് അലോട്ട്. വളരെ വളരെ സന്തോഷം. ഏതായാലും വളരെ സന്തോഷം. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ ഒത്തിരി ആൾക്കാരുണ്ടാവും. ഏതായാലും നിങ്ങളുടെയൊക്കെ നല്ല വാക്കുകൾക്ക് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ എന്താ പറയുക, അടുത്ത മണി മൈൻഡ് സെറ്റിന്റെ ബാച്ച് ജൂലൈ 9-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ട്രഷർ ബാച്ച് ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്ത ആൾക്കാർ ട്രഷറിൽ എല്ലാവരും പങ്കെടുക്കുന്ന എൻ്റെ അഭിപ്രായം. എല്ലാവരും നമ്മൾ അതിന് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനേക്കാൾ ചെറിയ ആളുകളായിരിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിന്റെ ആക്ടിവിറ്റി ചെയ്തു തുടങ്ങാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് വൃത്തിയായി ട്രഷറിന് സ്റ്റാർട്ട് ചെയ്യാം. ട്രഷർ നേരത്തെ സ്റ്റാർട്ട് ചെയ്യല്ലേ ചെയ്യുക. ട്രഷറിന് മുമ്പ് നമ്മുടെ ലൈഫിന്റെ സ്ക്രിപ്റ്റും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അത് കുറച്ച് സമയം എടുത്തുകൊണ്ട് വിശാലമായി ചെയ്യാം. പിന്നെ ട്രഷർ തുടങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം ലൈഫിലോട്ട് ഇങ്ങനെ സംഭവിക്കുകയും അതിലപ്പുറം സംഭവിക്കുകയും ജീവിതം അടിമുടി മാറി അതിശക്തമായ ഒരു വ്യക്തിയായി മാറുകയും ചെയ്യും. അതായത് നമ്മൾ മരിക്കും. അതാണ് സത്യത്തിൽ നമ്മൾ മരിക്കണം. നമ്മൾ തന്നെ മരിക്കണം. എങ്ങനെ മരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള നമ്മൾ മരിച്ച് നമ്മൾ എന്താ പറയുക, ഒരു ശാശ്വതനായിട്ട് പുനർജനിക്കണം. അത് തീർച്ചയായിട്ടും അതിന് സാധിക്കും എന്നുകൂടി സാന്ദർഭികമായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ വളരെ വളരെ സന്തോഷം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? സാറേ, ജൂലൈ 1, 2, 3 ആ ക്ലാസ്സിന് രജിസ്ട്രേഷൻ ചെയ്യണോ? അത് വേണ്ട, നിങ്ങൾ ഗ്രൂപ്പിൽ ഉണ്ടായാൽ മതി. ജൂലൈ ആദ്യം പങ്കെടുക്കുന്ന 500 പേർക്കേ ഉള്ളൂ രജിസ്റ്റർ ചെയ്യുന്നവർക്കുള്ള. അത് പറയാൻ കാരണം അത് പിന്നെ നമ്മുടെ സൂമിന് അത്ര കപ്പാസിറ്റി ഉള്ളൂ. 1000 ആൾക്കാരെ കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ ഓൾറെഡി 500 ആൾക്കാർ നമ്മൾ ഇതിൽ 500-ന് മേലെ ആളുകൾ ഇപ്പോൾ ഓൾറെഡി രാവിലെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സാർ ഒന്ന് അറിയിച്ചോളൂ കേട്ടോ. രജിസ്റ്റർ ചെയ്യണമല്ലേ? ഒന്ന് ഓഫീസുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പ് അത് ഏത് വിഷയമാണ് സാറേ എടുക്കുന്നത്? അത് ഇത് തന്നെ സാറ് പങ്കെടുക്കൂ. അതായത് കോട്ടയത്ത് നമുക്ക് വെക്കാൻ പറ്റുമോ? ഇവിടെ മുറിയൊക്കെ അറേഞ്ച് ചെയ്യാം, കിട്ടുന്ന ഹോട്ടൽ. കോട്ടയത്ത് നോക്കാം. ഇവിടെ ഒത്തിരി പേര് അത് പബ്ലിസിറ്റി ആകും. നമുക്ക് ഈ ഹാപ്പി പാർക്ക് എന്താണെന്ന് പബ്ലിക്കൂടെ ഒന്ന് അറിയട്ടെ. കോട്ടയം ഏരിയ, പുതുപ്പള്ളി, അറിയിച്ചാലും മല്ലപ്പള്ളി ഒക്കെ ആളുകളുണ്ടല്ലോ ഇതിനകത്ത് ഇപ്പൊ. നമുക്ക് നോക്കാം സാർ. ഇപ്പം വേണ്ട, ഒരു 2 മാസം കഴിഞ്ഞ് മതി, തിരക്ക് കഴിഞ്ഞ് മതി. സാറേ ഇത് ഓൺലൈൻ അല്ലയോ? ഇത് ഓൺലൈനാണ്. സാറ് പറഞ്ഞത് വേറെയാണ്. നമ്മള് ഞാൻ നേരിട്ട് കാണാനും പരിചയപ്പെടാനും ഒരു അവസരം ഇല്ല, അതാ പറഞ്ഞത്. സാറ് എറണാകുളത്ത് വരുന്നില്ല? അടുത്ത പറ്റുമോ നോക്കൂ. 29-ാം തീയതി. എനിക്കിപ്പം 70 വയസ്സായി സാറേ, യാത്രയൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ 70-75 ആയ ആളുകളൊക്കെ പങ്കെടുക്കാറുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട്. നമുക്ക് നോക്കാം സാർ. അപ്പൊ ഏതായാലും വളരെ വളരെ സന്തോഷം. എല്ലാവരും ഏതൊക്കെ പോസിറ്റിവിറ്റി ഉണ്ടോ അങ്ങോട്ടേക്ക് പോകുവാനുള്ളൊരു ഉൾപ്രേരണ ഉണ്ടോ എന്ന് സ്വയം നിരീക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ പോസിറ്റിവിറ്റി വരുവാനുള്ള അവസ്ഥ വിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ സ്വീകരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓടിയകന്ന് നമ്മൾ നിലവിൽ പഠിച്ച ആ അറിവിനെയും ആ ഒരു കാര്യങ്ങളെയും അനുഭവങ്ങളെയും കെട്ടിപ്പിടിച്ചിരിക്കുവാനാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ ഓർക്കുക, മുന്നോട്ട് പോകുവാൻ നമ്മൾ റെഡി അല്ലെങ്കിൽ നമ്മൾ അതിനർത്ഥം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഒരുത്തി നിൽക്കില്ല. എന്നോട് പലരും പറയാറുണ്ട്, സാറേ ഒരു 5 വർഷം മുമ്പ് 10 വർഷം മുമ്പൊക്കെ ഈ ഹാപ്പി പാർക്കും നിങ്ങളെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിന് സമയമാവുമ്പോഴേ അതൊക്കെ ആവും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങൾ കേട്ടു, അറിഞ്ഞു, മനസ്സിലാക്കി ഇനി എല്ലാ ദിവസവും രാവിലത്തെ റിച്ച് വൈബ് ക്ലബിൽ പങ്കെടുക്കുക. അതുപോലെ 29-ാം തീയതി രജിസ്റ്റർ ചെയ്യണോ? എറണാകുളത്ത് വരുമ്പോ അത് രജിസ്ട്രേഷൻ വേണം. പിന്നെ ഉറപ്പല്ലേ? അത് ഹോട്ടലിലെ ബുക്കും നിങ്ങളെ പേരും ഇതൊക്കെ അവിടെ കൊടുക്കണം, എണ്ണ കൊടുക്കണം. 29-ാം തീയതി രജിസ്ട്രേഷൻ മസ്റ്റാണ്. അത് എറണാകുളം പ്രോഗ്രാം അല്ലേ? സാറ് ട്രഷറുള്ള ആളാണോ? അല്ലല്ല. ആ ട്രഷറുള്ള ആൾക്കാർ രജിസ്ട്രേഷൻ വേണ്ട, അവർക്ക് ഓൾറെഡി അവിടെ ഉണ്ട്. അല്ലാത്ത എല്ലാവരും രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഓക്കെ, ശരി. മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. ലൈല എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ലൈല? സാർ, ഞാൻ കടയിലായതുകൊണ്ടാ സംസാരിക്കാൻ മടിക്കുന്നതേ. പാളംകൊട്ടോ ചെറുതായിട്ടൊന്നും ഒഴിഞ്ഞതേ ഉള്ളൂ. 29-ാം തീയതി ഒക്കെ ഞാൻ ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ പറയാനും എടുക്കാത്ത കാര്യം എന്റെ ഇതിലുണ്ട്, മനസ്സിലുണ്ട്. കടയിലായതുകൊണ്ട് എനിക്ക് എത്ര ലക്ഷം ചെലവാക്കിയാലും കിട്ടാത്ത സന്തോഷമാണ് എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ കടയിലായതുകൊണ്ട് ഭയങ്കര ആൾക്കാരുണ്ട്, കളിയാക്കുന്നവരും ഉണ്ടല്ലോ. അറിയാമല്ലോ സാറിന്, കടയാകുമ്പം ഇപ്പൊ തന്നെ വന്നിരിക്കുമ്പോ എന്നെ ഇങ്ങോട്ട് ഒത്തിരി കേൾക്കുമ്പോ തന്നെ കളിയാക്കാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മടിക്കുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് സാർ. എന്റെ ജീവിതത്തിൽ കിട്ടാത്ത ഒരുപാട് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയെന്ന് മനസ്സിന്റെ സന്തോഷമാണ്. അത് എന്നോടൊപ്പം പൈസയായി വന്നത് ചെറുതായിട്ട് ബിസിനസ് ഒക്കെ ഇതായി തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഇനി ഒരുപാട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 29-ാം തീയതി ഉള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ ഞാൻ വരും. ഭർത്താവിന് കൂടെ വരാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാനേ വരുന്നുണ്ട്. ചിലപ്പോൾ മോളും കാണും. വളരെ സന്തോഷം. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്മയിലേക്ക് നിങ്ങൾ ഉളരുവീൻ, നന്മയിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കുവീൻ എന്നൊക്കെ വിശുദ്ധ വചനങ്ങൾ നമ്മളൊക്കെ ഓർക്കുക. അങ്ങനെ നമുക്ക് പോസിറ്റീവായ ഒരു ഉണ്ടാക്കുക. അകത്ത് പോസിറ്റിവിറ്റി നിർമ്മിക്കുവാൻ ശ്രമിക്കുക. അപ്പൊ പുറത്തും അത് സംഭവിക്കും. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയും. ഓക്കെ, എന്തെങ്കിലും ചോദിക്കും? ഓക്കെ, വളരെ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ. Thank you, sir. Thank you, sir. Thank you. Thank you, sir. Thank you so much. Thank you. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you.